നേരെ മറിച്ച് ഞാനൊരു 2014 ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 1,50,000 രൂപ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഡബിളിൻ്റെ ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ 5 കാര്യങ്ങളാണ് പൊതുവായിട്ട് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കുന്നതെന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നതെന്നും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതോ അതോ മോശമോ. അഞ്ചാമത്തായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ്, ഈ മൂന്നും ഒന്നിനാണ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. കമ്പനികളുടെ ഷെയർ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും കഴിയുന്ന ഒരു പ്ലേസിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും, അതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ സെല്ലറായിട്ടുള്ള ആളുകൾക്ക് അതിൽ വിൽക്കാനും കഴിയും. അപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. സ്റ്റോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിന്റെ ഷെയറിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഓണർഷിപ്പിനെയാണ് അർത്ഥമാക്കുന്നത്. ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ കയ്യിൽ ഒരു 5 സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു 5 ഷെയർ ഉണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. 5 സ്റ്റോക്ക് ഉണ്ടെന്ന് ഞാൻ എൻ്റെ കയ്യിൽ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നിലധികം കമ്പനികളുടെ ഷെയറിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ 5 ഷെയർ ഉണ്ട് എന്നതിൻ്റെ അർത്ഥമാക്കുന്നത് ഒരു കമ്പനി, സെയിം കമ്പനി, ഒറ്റ കമ്പനിൻ്റെ 5 ഷെയർ ഉണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിലധികം പല കമ്പനികളുടെ ഓരോരോ ഷെയർ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ 5 ഷെയർ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരേ കമ്പനീൻ്റെ 5 ഷെയർ ഉണ്ട്, ഒറ്റ കമ്പനീൻ്റെ 5 ഷെയർ ഉണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം പറയുന്നത് സെല്ലറെയും അതുപോലെ തന്നെ ബയർസിനെയും, അത് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിലുള്ള സെക്യൂരിറ്റി കൊടുക്കൽ വാങ്ങലിന് സെക്യൂരിറ്റി നൽകലാണ് പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ, ഇൻവെസ്റ്ററായ ആളുകൾ, അതായത് നമ്മളെ പോലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്പനികൾ അവർക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് അവരുടെ ഷെയറുകൾ വിൽക്കാൻ തുടങ്ങും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ആ കമ്പനിയിൽ നിന്ന് ഓരോ ഷെയറും വാങ്ങും. ഷെയർ വാങ്ങിയതിന് ശേഷം ആ കമ്പനി പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ പൈസ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് അതുപോലെ തന്നെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിലേക്ക് കമ്പനി പോവുകയാണെങ്കിൽ ഇൻവെസ്റ്ററായ ആളുകൾക്ക് അവർക്കും പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർമാർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നാലാമത്തായിട്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്നത് നല്ലതാണോ അതോ മോശമാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുറച്ച് റിസ്ക് പിടിച്ച കാര്യമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പൈസ നമ്മൾ വെള്ളത്തിൽ പോവുകയും ചെയ്യും. ആദ്യം നമ്മൾ സ്റ്റോക്കുകൾ കുറച്ച് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യാം, അതുപോലെ തന്നെ ഓരോന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഓരോരോ സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുക, എത്ര പഴക്കുണ്ട്, അതുപോലെ തന്നെ ഈ കമ്പനി നല്ലതാണോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് എത്ര കൊടുത്തിരിക്കുന്നു, ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ എത്ര ഈ കമ്പനി പ്രോഫിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു, അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പൈസ ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അറിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം പൈസ ഇടാണെങ്കിൽ തീർച്ചയായും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നേരെ മറിച്ച് നമുക്ക് ഒന്നും അറിയാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും പൈസ ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പൈസ പൊട്ടിപ്പോയ ഒരു മേഖലയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ചെയ്യുക. അധികരിച്ച ആളുകളുടെ പൈസ ട്രേഡിങ്ങിൽ പോയതാണ്. യൂട്യൂബിൽ വീഡിയോകൾ കണ്ട് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇതിൽ പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. യൂട്യൂബിൽ വരുന്നത് വെച്ചാൽ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ഉദാഹരണത്തിന് ഇത്ര പൈസ ഉണ്ടാക്കി അത്ര പൈസ ഉണ്ടാക്കി എന്നൊക്കെ പൈസ നമ്മൾ ആർത്തി കൂട്ടുന്നത്, അതായത് അവരുടെ വീഡിയോക്ക് ക്ലിക്ക് വേണം. ക്ലിക്കിന് വേണ്ടി എന്ത് പൈസയ്ക്ക് വേണ്ടി ഇത്ര ഉണ്ടാക്കി, ഞാൻ ഇത്ര ഉണ്ടാക്കി എന്നൊക്കെ പറയും. പക്ഷെ അതിൽ നിങ്ങൾ പെടരുത്. ഓക്കെ, ഷെയറിലാണെങ്കിൽ നമുക്ക് ഷെയർ ഒരുപാട് ദിവസം നീട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതായിരിക്കും. ഇന്നല്ല, കുറച്ച് ടൈം എടുക്കും, പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. നേരെ മറിച്ച് പ്രോഫിറ്റ് ഇല്ലാതെ പോവും, അങ്ങനെയുണ്ട്. ഇനി പ്രോഫിറ്റ് മാത്രം ഞാൻ പറയണില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 കമ്പനികളുടെ ഉദാഹരണം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ഈ സ്റ്റോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഇത് MRF കമ്പനീൻ്റെ സ്റ്റോക്കാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.5 ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് വരും, 1.43. ഓക്കെ, അതേസമയം നമ്മൾ ഒരു
5 അതുപോലെ തന്നെ 2013 ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 14 ആ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 25,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയുമായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,50,000 അടുത്തായിട്ട് വരും. നേരെ മറിച്ച് ഞാനൊരു 2014 ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 1,50,000 രൂപ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അറിയുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ അതിനെ കുറച്ച് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളൂ. ഓക്കെ, ഇത് വേറൊരു കമ്പനീൻ്റെ ഷെയറാണ്, നൈക്ക എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഷെയർ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2022 പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 400 ആ സംതിങ് ആയിട്ട് വരും. ഇപ്പോഴത്തെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 160 കിടക്കുന്നത്. ഞാൻ 2022 ഒരു 10-15 ഷെയർ ഇതിൻ്റെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നോക്കി കണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കണം. അതുപോലെ തന്നെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അഞ്ചാമത്തായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം, പിന്നെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം, പിന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഇതെല്ലാം ഉണ്ടായതിനു ശേഷം നമുക്ക് ട്രേഡിങ്ങും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനം എന്തൊക്കെയാണെന്നും. ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് ഇത്തിരി പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ വിശദീകരണം ഒരുപാടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ക്ലിയർ ആവില്ല എന്താണ് പറയുന്നത്. ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അധികം പറയാതെ ഇത് ബേസിക് ഇത്തിരി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനി ഒരുപാടുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറേ പഠിക്കേണ്ടി വരും, അതുപോലെ തന്നെ കുറേ മനസ്സിലാക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിന് എന്താണെന്നും അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇതിൻ്റെ വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ബോറടിക്കുകയാണ് പൊതുവെ ചെയ്യുക. നേരെ മറിച്ച് ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആഗ്രഹം വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് കേൾക്കാൻ വീഡിയോ കാണാനെങ്കിൽ മടുക്കും. അതുകൊണ്ട് ഞാൻ അത്ര ബോറായി ചടപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.